ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്നലെ ആരംഭിച്ച അഗ്നി പരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡിൽ 40 പേരാണ് മത്സരിച്ചത്. ആദ്യത്തെ 40 പേർക്കുള്ള മത്സരം താക്കോൽ പൂട്ട് എന്നൊരു മത്സരമായിരുന്നു. താക്കോലും പൂട്ടും രണ്ടിടങ്ങളിലായി വെച്ച് രണ്ടിലും ഓരോ ക്ലൂവും കൊടുക്കുന്നുണ്ട്. ഇതിൽ 20 പേർക്കേ അവസരം ലഭിക്കുകയുള്ളൂ. കാരണം 40 മത്സരാർത്ഥികൾ ഉണ്ടെങ്കിലും 20 പൂട്ടും താക്കോലും മാത്രമേ കളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ 20 പേർക്ക് മാത്രം ജയിക്കാൻ കഴിയും. ഇങ്ങനെ ജയിക്കുന്ന 20 പേരെ വെച്ചിട്ടായിരിക്കും ബാക്കി മത്സരങ്ങൾ നടക്കുന്നത്. ബാക്കിയുള്ള ടാസ്കിനായി സെലക്ട് ചെയ്ത 20 പേരെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ജഡ്ജസായ രഞ്ജിനിയും റിയാസ്, അഖിൽ മാരാർ എന്നിവർ അവർക്ക് വേണ്ടുന്ന മത്സരാർത്ഥികളെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 3 ടീമായി മാറിയതിന് ശേഷം ആദ്യത്തെ ടാസ്കിനായി ഫ്ലോറിലെത്തുന്നത് റിയാസിൻ്റെ ടീമാണ്. അവർക്ക് ഗ്ലാസ് വെച്ചിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അതിലെല്ലാവരും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എന്നാലും 3 പേരാണ് നല്ല വ്യക്തമായിട്ടും കൃത്യതയോടും ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരാൾ നല്ല കൂടുതൽ പെർഫെക്റ്റോടു കൂടി ചെയ്തതുകൊണ്ട് അയാൾക്ക് ഒരു സമ്മാനമായി ഒരു മാല കിട്ടുന്നുണ്ട്. അതൊരു പവറായിട്ടുള്ള ഒരു മാലയാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് ഔട്ടായവരെ ഡേഞ്ചറസ് സോണിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമതായി ടാസ്ക് ചെയ്യാൻ രഞ്ജിനിയുടെ ടീമാണ് എത്തിയത്. അവർക്ക് നിലത്ത് കുറച്ച് വളയങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിൽ മത്സരാർത്ഥികളെ കയറി നിൽക്കുകയും ഇന്ന് ഔട്ടെന്ന് പറയുമ്പോൾ പുറത്തേക്കും അകത്തേക്കും പോവുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്നെന്ന് പറയുമ്പോഴും ഔട്ടെന്ന് പറയുമ്പോഴും ജഡ്ജസിൻ്റെ പേരാണ് പറയുക. റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ പോലും ജഡ്ജസിൻ്റെ പേരാണ് പറയുക. അങ്ങനെ 4 ജഡ്ജസിൻ്റെ പേര് പറയുമ്പോൾ ഇന്ന് ഔട്ട് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ആ പ്ലേ തുടർന്ന് കൊണ്ടേയിരിക്കണം. ഇപ്രകാരം ജയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ ടീമിലെ വിജയ്. അങ്ങനെ അതിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് വന്നത് അഖിൽ മാരാറിൻ്റെ ടീമിൽ നിന്നാണ്. അവർക്കൊരു ബോൾ കപ്പിലേക്ക് എറിഞ്ഞു വീഴ്ത്തുക എന്നതായിരുന്നു. അതിലും അവരൊരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അഗ്നിപരീക്ഷയുടെ ആദ്യ എപ്പിസോഡിലെ മത്സരങ്ങൾ അവസാനിച്ചെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും ഡേഞ്ചറസ് സോണിലേക്ക് മാറ്റി നിർത്തിയവരിൽ നിന്നും ആദ്യഘട്ടം തന്നെ മാറ്റി നിർത്തിയ 20 പേരിൽ നിന്നും ഇനിയും മത്സര പരീക്ഷണങ്ങൾ തുടരേണ്ടതുണ്ട്. കൂടുതൽ എപ്പിസോഡ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.